ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് മച്ചാന്റെ മാലാക എന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഫയർഫോഴ്സിന്റെ ഓഫീസിലേക്ക് ഒരു കോൾ വരികയും ഓഫീസേഴ്സ് എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്ത് എവിടേക്കോ പോകുന്നതുമാണ്. പിന്നീട് കഥ 2 വർഷം മുൻപാണ് കാണിക്കുന്നത്. നമ്മുടെ നായകനായ സജീവൻ ഒരു കണ്ടക്ടർ ആയിരുന്നു. അയാളുടെ ഡിപ്പോയിൽ തന്നെയുള്ള ചന്ദ്രിക എന്ന് പറയുന്ന കണ്ടക്ടറുമായിട്ട് സജീവൻ ചെറിയൊരു അടുപ്പത്തിലാണ്. എത്രയും പെട്ടെന്ന് ചന്ദ്രിക കല്യാണം കഴിക്കാനായിരുന്നു സജീവന്റെ തീരുമാനം. വീട്ടുകാരുമായിട്ട് ഒരു ദിവസം തന്നെ വീട്ടിലേക്ക് വരാൻ സജീവനോട് ചന്ദ്രിക പറയുകയും ചെയ്യുന്നു. ആ ഡിപ്പോയിലുള്ള പലർക്കും ഇവരുടെ അടുപ്പത്തെ പറ്റി അറിയാമായിരുന്നു. എന്നാൽ പിന്നീട് കുറച്ച് ദിവസങ്ങളായിട്ട് ചന്ദ്രികയെ സജീവൻ കാണുന്നേ ഉണ്ടായിരുന്നില്ല. അവരൊരു ലോങ് ലീവിലായിരുന്നു. വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. പെട്ടെന്നൊരു ദിവസം ചന്ദ്രിക കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് സജീവന്റെ മുന്നിലേക്ക് വരുന്നു. തന്റെ വീട്ടുകാരൻ നല്ലൊരു NRI കാരനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്റെ കല്യാണം ഉറപ്പിച്ചു എന്നും എനിക്ക് സജീവേട്ടനെ വിളിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല എന്നാണ് അവർ പറയുന്നത്. തന്നോടൊന്നും തോന്നരുതെന്ന് പറഞ്ഞിട്ട് തന്റെ ഹസ്ബൻഡിനെയും സജീവന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എന്നിട്ട് അവരിവിടെ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. ഡിപ്പോയിലുള്ള ആൾക്കാരെ എല്ലാം തന്നെ ഫേസ് ചെയ്യാൻ സജീവന് കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങി. ഒരു ദിവസം സജീവന്റെ വണ്ടി ഡിപ്പോയിൽ നിന്നും പോകാൻ നേരം നമ്മുടെ നായികയെ ബിജുമോളാകട്ടെ ബസ്സിന് പുറത്തു നിന്നിട്ട് ഈ ബസ് ചോറ്റാനിക്കര പോകുമെന്ന് ചോദിക്കുന്നു. എന്നാൽ സജീവൻ അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അടുത്തുണ്ടായിരുന്ന യാത്രക്കാരൻ പെട്ടെന്ന് പറയുന്നുണ്ട് ബസ് എടുക്കാൻ പോവാ കയറാൻ. അവള് വിചാരിക്കുന്നുണ്ട് ആ വണ്ടി ചോറ്റാനിക്കര പോകുമെന്ന്. എന്നാൽ ടിക്കറ്റ് എടുക്കാൻ നേരത്താണ് സജീവൻ പറയുന്നത് ഇത് എറണാകുളത്തേക്ക് പോകുന്ന വണ്ടിയാണെന്നും ചോറ്റാനിക്കരയൊന്നും പോകില്ല എന്നും. താൻ ചോദിച്ചപ്പോൾ അത് പറയണ്ടായിരുന്നോ, വെറുതെ എന്റെ സമയം മെനക്കെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാ എന്നെ ഈ ബസ്സിൽ വിളിച്ച് കയറ്റിയെന്ന് ചോദിക്കുന്നു. എന്നാൽ താൻ ആരെയും വിളിച്ച് കയറ്റിയിട്ടില്ല എന്നും ബോർഡ് നോക്കിയിട്ട് നിങ്ങൾ കയറണമായിരുന്നു എന്നും സജീവൻ അവളോട് തിരിച്ചു പറയുന്നു. അവളാകട്ടെ സജീവനുമായിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഒടുവിൽ സജീവൻ പറയുന്നുണ്ട് ചോറ്റാനിക്കരയ്ക്ക് ബസ് കിട്ടുന്ന ഒരു ബസ് സ്റ്റോപ്പിൽ നിങ്ങളെ ഇറക്കാമെന്ന്. അങ്ങനെ അവിടേക്കുള്ള ടിക്കറ്റ് അവൾക്ക് കൊടുക്കുന്നു. എന്നാൽ ആ സ്ഥലം എത്തിയപ്പോൾ സജീവൻ എല്ലാവരോടും പറയുന്നുണ്ട് ഇവിടെ ഇറങ്ങാനുള്ളവരെല്ലാം തന്നെ ഇറങ്ങാൻ. എന്നാൽ ചെവിയിൽ ഹെഡ്സെറ്റും വെച്ച് ഇരുന്ന് ഉറങ്ങുകയായിരുന്ന ബിജിമോൾ ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ നിന്നും ബസ് വിട്ട ശേഷമാണ് അവൾ ഉണരുന്നത്. തനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് കഴിഞ്ഞു പോയെന്ന് മനസ്സിലായതോടുകൂടി അവൾ വീണ്ടും സജീവനുമായിട്ട് വഴക്കിടുന്നു. ഒടുവിൽ അടുത്ത സ്റ്റോപ്പിൽ അവളെ എങ്ങനെയൊക്കെ ഇറക്കി വിട്ടിട്ടാണ് അവർ വണ്ടിയും കൊണ്ട് പോകുന്നത്. എന്നാൽ തനിക്ക് ഇതിനുള്ള പണി തരുമെന്ന് പറഞ്ഞിട്ടാണ് അവൾ ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോയത് തന്നെ. ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് ഡിപ്പോയിലെത്തിയപ്പോ സജീവനെ കാത്ത് അവിടെ സ്റ്റേഷൻ മാസ്റ്റർ കൂടെ നമ്മുടെ ഈ നായികയും ഇരിപ്പുണ്ടായിരുന്നു. ബിജിമോൾ സജീവനെതിരെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് സജീവൻ പറയുന്നുണ്ട്. പറഞ്ഞ സ്ഥലത്ത് തന്നെ ഇറക്കാതെ ഏതോ ഒരിടത്ത് തന്നെ ഇറക്കി വിട്ടു എന്നാണ് അവള് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. സ്റ്റേഷൻ മാസ്റ്റർ ആകട്ടെ സജീവനെ വഴക്ക് പറയുന്നു. ഈ കുട്ടി ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി തിരിച്ചതാണ്. ഫാർമസിസ്റ്റായ അവളാകട്ടെ ഒരു രോഗിയായ വൃദ്ധ ദമ്പതിമാർക്ക് മരുന്നെത്തിക്കാനാണ് ചോറ്റാനിക്കരയിലേക്ക് പോയത്. എന്നാൽ ഇവർ തമ്മിലുള്ള ഇഷ്യൂസ് കാരണം അവൾ അവിടെ പോകാതെ തിരിച്ച് ഇവിടേക്ക് വന്നിരിക്കുകയാണ്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് ഒരു ടാക്സി വിളിച്ച് ഈ കുട്ടിയെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കണമെന്ന്. വേറെ നിവൃത്തിയില്ലാതെ സജീവൻ അത് സമ്മതിക്കേണ്ടതായി വരുന്നു. അങ്ങനെ ഒരു ടാക്സി വിളിച്ച് അവളെ ആ വൃദ്ധ ദമ്പതിമാരുടെ അടുത്ത് എത്തിക്കുന്നു. മരുന്ന് കൊടുത്ത ശേഷം അവരുടെ കയ്യിൽ നിന്ന് സർവീസ് ചാർജ് ആയിട്ട് 500 രൂപ കൂടി വഴക്കിട്ട് വാങ്ങിയാണ് അവൾ തിരിച്ച് വണ്ടിയിലേക്ക് കയറുന്നത്. ഇങ്ങനെ എല്ലാവരുമായിട്ടും വഴക്കിടുന്നതും ഇത്ര തന്റെ അടുത്തോട് സംസാരിക്കുന്നതും അവളുടെ സ്ഥിരം പരിപാടിയാണെന്ന് സജീവന് മനസ്സിലായി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ബിജിമോൾ തന്റെ വീടിന്റെ അടുത്തുള്ള വീട്ടിലെ സ്ത്രീകൾക്ക് കുറച്ച് മരുന്ന് കൊടുക്കാൻ പോകുന്നതാണ്. എന്നാൽ ആ വീട്ടിലെ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ വരുന്നതാകട്ടെ നമ്മുടെ സജീവൻ പെണ്ണ് കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും ബിജിമോളെ കാണുന്നുണ്ട്. ബിജിമോളുടെ വീടിന്റെ അടുത്താണ് ഈ വീടെന്ന് മനസ്സിലായതോടുകൂടി അവൻ ഉറപ്പിക്കുന്നു ഈ കല്യാണം എന്തായാലും നടക്കാൻ പോകുന്നില്ല, അവൾ ഇത് മുടക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് സജീവന്റെ സഹോദരിയുടെ വീടാണ്. അച്ഛനും അമ്മയ്ക്ക് നേരത്തെ മരിച്ച സജീവനാകട്ടെ സഹോദരിയുടെയും അളിയന്റെയും കൂടിയാണ് താമസിക്കുന്നത്. അവർക്ക് 2 പെൺമക്കൾ കൂടിയുണ്ട്. അവന്റെ സഹോദരിയുടെ പേര് സുനിത എന്നും അളിയന്റെ പേര് ദാസൻ എന്നുമായിരുന്നു. ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവന് സ്റ്റേഷൻ മാസ്റ്ററിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ബിജിമോൾ കൊടുത്ത കംപ്ലൈന്റിന്റെ പേരിൽ അവന്റെ ഒരു മെമ്മോ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ മെസ്സേജ് അയച്ചത്. മാത്രമല്ല അവൻ പോയി പെണ്ണ് കണ്ട ആ പെണ്ണിന്റെ വീട്ടുകാര് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്നും പറഞ്ഞിരിക്കുന്നു. എല്ലാം കൊണ്ടും പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ നേരെ ഡ്യൂട്ടിക്ക് പോയി. മെമ്മോയുടെ കാര്യം സംസാരിക്കാൻ ഓഫീസിലെത്തി കഴിയുമ്പോൾ അവര് പറയുന്നുണ്ട് ഇനി ഇതുപോലത്തെ പ്രശ്നങ്ങളിലൊന്നും പോയി പെടരുത്, നമ്മളൊക്കെ യാത്രക്കാരുടെ സേവകരാണെന്നും അതുകൊണ്ട് തൽക്കാലം അവരോട് മര്യാദയ്ക്ക് സംസാരിച്ച് നിൽക്കുന്നതാ നല്ലത്. മെമ്മോയ്ക്ക് ഒരു റിപ്ലൈ കൊടുക്കാൻ പറഞ്ഞിട്ട് അവനോട് പോയിക്കൊള്ളാൻ പറയുന്നു. മാത്രമല്ല ആ ഒരു റൂട്ടിൽ താൻ ഇനി ഓടണ്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെ അവൻ റൂട്ട് മാറി ഓടാൻ തുടങ്ങി. പക്ഷെ ആ ബസ്സിൽ വെച്ചിട്ടും അവൻ നമ്മുടെ നായിക ബിജിമോളെ കണ്ടുമുട്ടുന്നു. താൻ വീണ്ടും ജോലിക്ക് കയറിയോ, താൻ ഈ റൂട്ട് മാറി ഓടിക്കഴിഞ്ഞാൽ ഞാൻ അറിയില്ല എന്ന് വിചാരിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് അവള് വീണ്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. സജീവൻ തിരിച്ചു പറയുന്നുണ്ട് താൻ കഷ്ടപ്പെട്ട് എക്സാം എഴുതി കിട്ടിയ ജോലിയാണെന്നും തന്നെ പേടിച്ച് ഇത് കളയാനും ഞാൻ പോകുന്നില്ല, തന്നെ പേടിച്ച് എങ്ങോട്ട് ഓടാനും പോകുന്നില്ല എന്ന്. തനിക്ക് ഞാൻ പണി തരാന്ന് പറഞ്ഞിട്ടാണ് അവള് വീണ്ടും ദേഷ്യത്തിൽ അവിടെ ഇരിക്കുന്നത്. സ്റ്റാൻഡിലെത്തി കഴിയുമ്പോൾ അവൾ ഇറങ്ങിപ്പോകുന്നു. സജീവനാകട്ടെ നല്ല പോലെ തലവേദനിക്കുന്നുണ്ടായിരുന്നു. മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒരു ഗുളിക വാങ്ങിക്കാൻ ചെല്ലുമ്പോഴാകട്ടെ അവിടെ നിൽക്കുന്നതും നമ്മുടെ ബിജിമോള് തന്നെ. അവൻ ഗുളികയുടെ കാര്യം പറഞ്ഞെങ്കിലും അവിടെ നിന്ന് ബാക്കി എല്ലാ കസ്റ്റമേഴ്സിനും നോക്കുകയായിരുന്നു അവൾ. സജീവനെ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. കുറെ നേരം പറഞ്ഞു നോക്കിയിട്ടും അവൾ തന്നെ മൈൻഡ് ചെയ്യാത്ത കാരണം സജീവൻ തിരിച്ച് ബസ്സിലേക്ക് തന്നെ പോയിരുന്നു. അയാൾക്ക് നല്ല പോലെ തലവേദനിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ ബസ്സിലേക്ക് കയറി വന്ന ഒരു ലേഡി ആകട്ടെ അയാളുടെ കയ്യിൽ ഗുളിക കൊടുത്തിട്ട് പറയുന്നുണ്ട് ആ മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുന്ന കുട്ടി തന്നതാണെന്ന്, തലവേദനയുടെ ഗുളികയാണെന്ന്. അത് കേട്ടപ്പോൾ സജീവന് സന്തോഷം തോന്നി. അവൾ തന്നോട് ദേഷ്യം കാണിച്ചെങ്കിലും തന്റെ അവസ്ഥ മനസ്സിലാക്കി തനിക്ക് ഗുളിക കൊടുത്തു വിട്ടിരിക്കുന്നു. സജിമോൾ സ്ഥിരമായിട്ട് ജോലിക്ക് വരുന്നതും പോകുന്നത് ആ ബസ്സിൽ തന്നെയായിരുന്നു. പതിയെ സജീവന് അവളോട് ഇഷ്ടം തോന്നാൻ തുടങ്ങി. എന്നാൽ അവളാകട്ടെ താൻ കൊടുത്ത ഗുളികയുടെ 5 രൂപ അവനോട് ചോദിച്ച് തിരിച്ചു വാങ്ങുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം സജീവനാകട്ടെ തന്റെ ഒരു സുഹൃത്തായ രമേശ് എന്ന് പറയുന്ന ആളുടെ അടുത്ത്
പോയിട്ട് ബിജിമോളുടെ കാര്യം പറയുന്നുണ്ട്. തനിക്ക് അവളെ വിവാഹം കഴിക്കാൻ നല്ല താല്പര്യമുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചനയായിട്ട് അവളുടെ വീട്ടിലേക്ക് പോകാമെന്നാണ് രമേശ് പറയുന്നത്. അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് ബിജിമോളുടെ നാട്ടിലെ പഞ്ചായത്ത് കെട്ടിടമാണ്. ആ നാട്ടിലെ ആൾക്കാർക്ക് വിതരണം ചെയ്യാൻ വേണ്ടിട്ട് ഒരു പോത്തിനെ 2 ആടിനെയൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. മെമ്പർ ആ കൊണ്ടുവന്ന ആളോട് പറയുന്നുണ്ട്, ആ കുഞ്ഞുമോൾ എന്ന് പറയുന്ന സ്ത്രീ കാണാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാ തവണയും അവര് തന്നെ വന്നിട്ട് പോത്തിനെ ആടിനെ എല്ലാം കൊണ്ടുപോകും, എന്നിട്ട് മറിച്ച് വിൽക്കുകയും ചെയ്യും. പക്ഷെ ആൾക്കാരോട് നുണ പറയുന്നത് അത് ചത്തുപോയി എന്നാണ്. എന്തൊക്കെ വന്നാലും ശരി, ഇനി അവർക്ക് കന്നുകാലികളെ കൊടുക്കില്ല എന്ന് മെമ്പർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അവരെക്കാൾ മുൻപേ കുഞ്ഞുമോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞുമോൾ തന്നെയാണ് നമ്മുടെ നായിക വിജയുടെ അമ്മ. അവര് മെമ്പറുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ആ കൂട്ടത്തിൽ നിന്നും ഒരു പോത്തും കുട്ടിയെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും അവര് നല്ലൊരു അഹങ്കാരിയാണെന്നും എല്ലാവരോടും ഇങ്ങനെ തർക്കുത്തരം പറയുന്ന കൂട്ടത്തിലാണെന്നും. കുഞ്ഞുമോള് പോത്തുംകുട്ടിയും കൂടി വീട്ടിലേക്ക് പോകുന്ന അതേ ദിവസം തന്നെയാണ് നമ്മുടെ ബിജിമോളെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് രമേശും സജീവനും കൂടി അവരുടെ വീട്ടിലേക്ക് ചെന്നതും. ബിജിമോളുടെ അച്ഛൻ ഗോപിയാകട്ടെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചായയെല്ലാം ഇട്ട് തയ്യാറാക്കി അവളുടെ കയ്യിൽ കൊടുത്തുവിടുന്നു. സജീവൻ കല്യാണാലോചനയായിട്ട് വന്നത് ബിജിമോൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൾക്ക് ആ ഒരു ബന്ധത്തിൽ ഒരു എതിർപ്പും തന്നെയില്ല. എന്നാലും അമ്മ വന്നിട്ട് മതി ബാക്കിയെല്ലാം സംസാരിക്കുന്നതെന്ന് അവൾ പറയുന്നു. ആ സമയത്ത് കുഞ്ഞുമോൾ അവിടേക്ക് വരുന്നു. കുഞ്ഞുമോളെ കണ്ടതും ഗോപി പെട്ടെന്ന് ഓടി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. പോത്തുംകുട്ടി കയ്യിലേക്ക് കൊടുത്തിട്ട് മര്യാദയ്ക്ക് കൊണ്ടുപോയി കെട്ടാൻ കുഞ്ഞുമോൾ അയാളോട് ആജ്ഞാപിക്കുന്നു. കുഞ്ഞുമോളെ കാണുമ്പോഴുള്ള പേടിയും അവര് പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുന്നതോടുകൂടി നമുക്ക് മനസ്സിലാകും ഗോപിക്ക് ആ വീട്ടിൽ ഒരു വിലയില്ലാന്ന്. എന്നാൽ പോത്തുംകുട്ടിയാകട്ടെ ഗോപിയുടെ കയ്യിൽ നിന്നും വിട്ടുപോവുകയും ദൂരെ ഓടിപ്പോവുകയും ചെയ്യുന്നു. ഇത് കണ്ടിട്ട് അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് രമേശും സജീവനും കൂടെ ഓടി. ഒരു വിധത്തിൽ സജീവനാണ് പോത്തുംകുട്ടിയും പിടിച്ചുകൊണ്ട് തിരിച്ചു വരുന്നത്. ഇവർക്ക് ആരാണെന്ന് കുഞ്ഞുമോള് ചോദിക്കുമ്പോൾ ഗോപി പറയുന്നുണ്ട് നമ്മുടെ മോളെ പെണ്ണ് കാണാൻ വന്നതാണെന്ന്. താൻ KSRTC കണ്ടക്ടറാണെന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ജോലിക്കൊന്നും ഇപ്പൊ വലിയ വിലയില്ലാന്നാണ് അവർ പറയുന്നത്. എന്താണെങ്കിലും നിങ്ങളെ കുറിച്ച് ഞാൻ നല്ലപോലെ അന്വേഷിച്ചിട്ട് കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. പിന്നീട് ഇവർ വിളിച്ചു പറയുന്നുണ്ട് കല്യാണത്തിന് സമ്മതമാണെന്ന്. പക്ഷെ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, വിവാഹശേഷം സജീവൻ അവരുടെ കൂടെ അവരുടെ വീട്ടിൽ താമസിക്കണം. അത് സജീവന്റെ അളിയൻ തോമസിന് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ സ്ഥലമൊക്കെ കുറവുണ്ടാവും എന്ന് കരുതി നീ അവിടെ പോയി താമസിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നു. എന്നാൽ സജീവന് ബിജിമോളെ അത്രയധികം ഇഷ്ടമായിരുന്നു. അത് കാരണം ആ കണ്ടീഷന് അവന് സമ്മതമാണ്. ഒടുവിൽ അവന്റെ ഇഷ്ടത്തിന് അവരും വിട്ടുകൊടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരുടെയും കല്യാണം ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടു കൂടി നടന്നു. ഫംഗ്ഷനെല്ലാം കഴിഞ്ഞിട്ട് സജീവന്റെ വീട്ടുകാരെല്ലാം പോയി. സജീവൻ കിടക്കാൻ വേണ്ടിട്ട് റൂമിലേക്ക് ചെല്ലുന്നു. ബിജിമോൾ തന്റെ സ്വർണ്ണമെല്ലാം തന്നെ അലമാരയിൽ പൂട്ടിവെക്കുന്നുണ്ട്. തന്റെ സ്വർണ്ണത്തിൽ നിന്ന് ഒരു തരി പോലും പണയം വെക്കാൻ ചോദിക്കരുതെന്ന് അവൾ സജീവനോട് പറയുന്നുണ്ട്. അങ്ങനെ പണയം വെച്ച് കഴിഞ്ഞാൽ മാറ്റു കുറയുമെന്നാണ് അമ്മ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ തരാത്തത്. അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് സജീവൻ പറയുന്നു. നമ്മൾ കണ്ടുമുട്ടിയ സമയം തൊട്ട് വലിയ അടിയായിരുന്നല്ലേ. ഞാൻ എല്ലാവരോടും അങ്ങനെയാണ്. എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ തുറന്നു പറയും. ഞാൻ ഒന്നും മനസ്സിൽ വച്ചിരിക്കില്ല. എനിക്കതിലൊന്നും ഒരു പ്രശ്നമില്ല എന്നാണ് സജീവൻ പറയുന്നത്. അതിനിടയ്ക്ക് താഴെ നിന്നും കുഞ്ഞുമോളും ഗോപിയും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. താൻ പോയി നോക്കിയിട്ട് വരാമെന്ന് സജീവൻ പറഞ്ഞെങ്കിലും ബിജിമോള് പറയുന്നുണ്ട് അതൊന്നും നോക്കാൻ പോണ്ട, അച്ഛനിത് പതിവാണെന്ന്. എന്നാൽ അത് കേൾക്കാതെ സജീവൻ താഴേക്ക് പോകുന്നു. താൻ കിടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ബിജിമോളും കിടക്കുന്നു. സജീവൻ താഴേക്ക് ചെല്ലുമ്പോൾ മദ്യപിച്ചിട്ട് ഗോപി കിടന്ന് വഴക്കുണ്ടാക്കിയായിരുന്നു. അയാളുടെ എക്സ് മിലിറ്ററി ആണ്. അങ്ങനെ കിട്ടുന്ന കോട്ടയൊക്കെ അയാൾ ഇങ്ങനെ അടിക്കുന്നത് കാണുമ്പോൾ കുഞ്ഞുമോൾക്ക് ദേഷ്യം വരുമായിരുന്നു. സജീവൻ അവിടേക്ക് വരുമ്പോൾ കുഞ്ഞുമോൾ അകത്തേക്ക് കയറി പോകുന്നു. ഇടയ്ക്കൊക്കെ ഇവളോട് 2 തിരിച്ചു പറയണമെങ്കിൽ ഇങ്ങനെ മദ്യപിച്ചെങ്കിലേ പറ്റുമെന്നാണ് അയാൾ അവനോട് പറയുന്നത്. ഗോപിക്ക് സജീവനോട് വളരെയധികം സ്നേഹമായിരുന്നു. അയാൾ അന്ന് പുറത്തു തന്നെയാണ് കിടക്കുന്നത്. സജീവനോട് പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളാനും പറയുന്നു. സജീവൻ വന്ന് കിടക്കുമ്പോഴേക്കും ബിജിമോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സജീവന്റെ മെസ്സേജ് വരുന്നു. അയാളത് നോക്കിയിട്ട് ഫോൺ താഴെ വെക്കുമ്പോൾ ബിജിമോൾ കണ്ണു തുറന്ന് ചോദിക്കുന്നുണ്ട് ആരാണെന്ന്. അതൊരു ഫ്രണ്ട് ആണെന്നാണ് അയാൾ പറയുന്നത്. ഈ രാത്രിയിലാണോ മെസ്സേജ് അയക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവൾ ദേഷ്യത്തിൽ തിരിഞ്ഞു കിടക്കുന്നു. കല്യാണം കഴിഞ്ഞ് 2 ദിവസമായിട്ടും സജീവന്റെ ഒരു വിവരമില്ലാത്ത കാരണം രമേശിനെ കൂട്ടിയിട്ട് ദാസൻ സജീവന്റെ വീട്ടിലേക്ക് പോകുന്നു. പോകുമ്പോൾ ഒരു കുപ്പിയും കൂടി വാങ്ങിയിട്ടാണ് പോകുന്നത്. ആ സമയത്ത് സജീവനാകട്ടെ അവരുടെ പോത്തും കുട്ടിയെ തീറ്റിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഗോപി വന്ന് സജീവനോട് പറയുന്നുണ്ട് എന്റെ ഭാര്യയും മകളും വളരെയധികം സ്നേഹമുള്ളവരാണെന്ന്. പക്ഷെ ആ സ്നേഹമൊക്കെ അവരെവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് മാത്രം അറിയില്ല. അതിനർത്ഥം അവരിൽ നിന്ന് അയാൾക്ക് ഒരു സ്നേഹവും കിട്ടിയിട്ടില്ല എന്ന് തന്നെയായിരുന്നു. ഗോപിയുടെ വീട്ടുകാരുമായിട്ട് ഇപ്പോൾ ഗോപിക്ക് ഒരു ബന്ധവുമില്ല. അതിനൊന്നും തന്നെ കുഞ്ഞുമ്പോൾ സമ്മതിക്കില്ലായിരുന്നു. അച്ഛനും അമ്മയൊക്കെ തന്നെ ചെറുപ്പത്തിലെ മരിച്ചതാണ്. അമ്മൂമ്മയാണ് ഗോപിയെയും അനുജനെയും വളർത്തിയത്. എല്ലാ മാസം കോട്ട വാങ്ങിക്കാൻ എറണാകുളത്ത് പോകുന്ന വഴിക്ക് താൻ മുത്തശ്ശിയെ കയറി കാണാറുണ്ട്. കുഞ്ഞുമോൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ദേഷ്യമാണ്. എന്നാൽ അവരൊന്നും അറിയാതെയാണ് താൻ പോയി മുത്തശ്ശിയെ കാണുന്നത്. അപ്പോഴാണ് ശരിക്കും തനിക്ക് കുറച്ച് സമാധാനം കിട്ടുന്നതെന്നാണ് ഗോപി പറയുന്നത്. മാത്രമല്ല ഗോപിക്ക് ബിജിയെ കൂടാതെ ഒരു മകൻ കൂടി ഉണ്ടായിരുന്നു. ഒരു പ്രണയനൈരാശ്യം കാരണം അവൻ ആത്മഹത്യ ചെയ്തതാണ്. അല്ലായിരുന്നുവെങ്കിൽ തനിക്ക് കൂട്ടിന് ഈ വീട്ടിൽ അവനെങ്കിലും ഉണ്ടായിരുന്നേനെ എന്ന് അയാൾ പറയുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ദാസനും രമേശും അവിടേക്ക് വരുന്നത്. അങ്ങനെ എല്ലാവരും കുറച്ചുനേരം സംസാരിച്ചിട്ട് കൊണ്ടുവന്ന കുപ്പിയിൽ നിന്നും മദ്യം ഓരോ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ തുടങ്ങി. അവിടേക്ക് ബിജിമോളും വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് കഴിക്കുന്നതിൽ ബിജിമോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും എനിക്കൊരു പ്രശ്നമില്ല എന്നാണ് അവൾ പറയുന്നത്. സജീവൻ കഴിക്കുന്നതിനകത്തും തനിക്കൊരു പ്രശ്നമില്ല എന്ന് അവൾ പറയുന്നു. എന്നിട്ട് അവൾ അവിടെ നിന്നും പോയി. എന്നാൽ അവളുടെ അച്ഛൻ കഴിക്കാൻ അവൾ സമ്മതിക്കുന്നില്ല. റേഷൻ കടയിൽ പോയി സാധനം വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അവൾ 2-3 പ്രാവശ്യം അയാളോട് ചൂടായതോടുകൂടി അയാൾക്ക് വേറെ നിവൃത്തിയില്ലാതെ അവിടെ നിന്നും പോകേണ്ടി വരുന്നു. എല്ലാരും കൂടി ഇങ്ങനെ കൂടുന്നതിൽ അവൾക്ക് ഒരു കുഴപ്പമില്ല. ഇത്രയും നല്ല ഭാര്യയെ കിട്ടിയ നീ ഭാഗ്യവാനാണെന്നാണ് സജീവനോട് എല്ലാവരും പറയുന്നത്. എന്നാൽ വൈകുന്നേരം കുഞ്ഞുമോള് വന്നു കഴിയുമ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കുന്നു. താൻ കഴിച്ചിട്ടില്ല എന്ന് പലതവണ ഗോപി പറയുന്നുണ്ട്. എന്നാൽ അവരതൊന്നും കേൾക്കുന്നില്ല. തോന്നിയ പോലെ അവന്റെ കുടുംബക്കാരെ ഇവിടെ വന്നിരുന്ന് ഒരുമിച്ച് മദ്യപിക്കാൻ
മദ്യപിക്കാനൊന്നും പറ്റില്ല എന്നും അതൊന്നും ഈ വീട്ടിൽ നടക്കില്ല എന്നും പറഞ്ഞിട്ട് അവര് ദേഷ്യപ്പെടാൻ തുടങ്ങി. സജീവൻ മുകളിലേക്ക് കയറി ചെന്നപ്പോ ബിജിമോളും ആകെ ദേഷ്യത്തിലായിരുന്നു. മദ്യപിച്ചിട്ട് എന്റെ അടുത്ത് കിടക്കേണ്ട താഴെങ്ങാനും പോയി കിടക്കാനാണ് അവള് പറയുന്നത്. താൻ ഒരു പെഗ്ഗും മാത്രമേ കഴിച്ചുള്ളൂ എന്നാണ് അയാള് പറയുന്നത്. എന്നിട്ട് പോലും അവള് കേൾക്കുന്നില്ല. നിങ്ങളും നിങ്ങളുടെ കുടുംബക്കാരും എല്ലാം ഇത്തരക്കാരാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും അപ്പോൾ അവരുടെ മുൻപിൽ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് താൻ അന്നേരം ഒന്നും പറയാഞ്ഞതെന്നും ബിജിമോള് പറയുന്നു. അവൾ അങ്ങനെ ദേഷ്യപ്പെട്ട് കിടക്കുന്ന കാരണം വേറെ വഴിയില്ലാതെ അവൻ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു. ആ സമയത്ത് ഗോപിയും അവിടെ വഴക്ക് കേട്ടിട്ട് ആകെ സങ്കടത്തോടെ ഇരിപ്പുണ്ടായിരുന്നു. അവസാനം അയാളുടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന മിലിറ്ററി കോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് മദ്യപിക്കുന്നു. ഇത്രയും നേരം ഭാര്യമാരിൽ നിന്ന് കേട്ട വഴക്കിൽ നിന്നെല്ലാം തന്നെ ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ആ മദ്യപാനം. അതിനിടയ്ക്കെല്ലാം അയാൾ പറയുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെയാവൂന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന്. അയാൾ ആ പറഞ്ഞതിന്റെ അർത്ഥം സജീവന് മനസ്സിലായില്ല. പിറ്റേന്ന് രാവിലെ അവൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് നമുക്ക് നാളെ ഒരിടം വരെ പോകണമെന്ന് എന്തോ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് അവളുടെ അച്ഛൻ അവനെ കണ്ണു കാണിച്ചിട്ട് പറയുന്നുണ്ട് സമ്മതിക്കരുതെന്ന്. വേണ്ടെന്ന് അവൻ പറയുന്നു. വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങളുടെ സഹോദര വീട്ടിൽ പോകുന്ന കാര്യം പറയാനാണ് ഞാൻ വന്നതെന്ന് പറയുന്നു. അത് കേട്ടതോടുകൂടി സജീവൻ ആകെ സങ്കടത്തിലായി. അവളോട് കയറി വേണ്ടെന്ന് പറയുകയും ചെയ്തു. അങ്ങോട്ട് പോകാനാണെങ്കിൽ നമുക്ക് നാളെ തന്നെ പോകാമെന്ന് അയാൾ പറയുന്നു. നിങ്ങൾക്കല്ലേ തിരക്കാണ്, പറ്റില്ല എന്നൊക്കെ പറഞ്ഞത്, അതുകൊണ്ട് ഇനിയിപ്പോ പിന്നെപ്പോഴെങ്കിലും പോകാമെന്ന് അവൾ പറയുന്നുണ്ട്. അത് സാരമില്ല, താൻ ലീവ് എടുക്കാമെന്ന് പറയുന്നു. എന്നാലും അവൾ കേൾക്കുന്നില്ല. ആദ്യം അവൻ വേണ്ടെന്ന് പറഞ്ഞ കാരണം അവൾ ആകെ ദേഷ്യത്തിലായിരുന്നു. ഒരു വിധത്തിൽ അവളെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്കുമ്പോൾ അവൾ ഒട്ടും തന്നെ അടുക്കുന്നുണ്ടായിരുന്നില്ല. അവന് വേണ്ടിയിട്ടുള്ള ആഹാരം ബാക്കി ചെയ്യുകയായിരുന്നു അവള്. അവളുടെ അമ്മ വന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. അവന്റെ അമ്മ വന്ന് സംസാരിക്കാൻ നേരത്ത് അവൻ പറയുന്നുണ്ട് താൻ ഇത്രയും കാലം ഹോട്ടലിൽ നിന്നാ കഴിച്ചുകൊണ്ടിരുന്നത്, ബസ് അവിടെ നിർത്തുമ്പോൾ തങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഹോട്ടൽ ഫുഡ് കിട്ടുമെന്ന്. എന്നാ പിന്നെ ഇനിയും അങ്ങനെ തന്നെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവള് പാക്ക് ചെയ്ത ഫുഡ് അവിടെ തന്നെ ഇട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. എന്തിനും ഏതിനും ബിജിമോൾക്ക് ദേഷ്യമായിരുന്നു. സജീവന് അവളെ മനസ്സിലാക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. തനിക്കിനി ഹോട്ടൽ ഫുഡൊന്നും വേണ്ട, ഇവിടുത്തെ ഫുഡ് മതി എന്ന് പറഞ്ഞിട്ട് അവൻ ആ പാക്ക് ചെയ്ത ഫുഡ് എടുത്തുകൊണ്ട് അവിടെ നിന്നും പോയി. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കെ അവനാകട്ടെ ബിജിമോളെ വിളിക്കുന്നുണ്ട്. ആഹാരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കഴിക്കണ്ടെന്ന് അവള് പറയുന്നു. ഒരു കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് അവൻ പറയുന്നത്. ഫോൺ വെക്കുന്നതിന് മുമ്പ് അവള് പറയുന്നുണ്ട് നമുക്ക് ഞായറാഴ്ച തന്നെ നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാമെന്ന്. പോകുക മാത്രമല്ല 2 ദിവസം അവിടെ നിന്നിട്ടുകൂടി വരാമെന്നാണ് അവള് പറയുന്നത്. അത് കേട്ടപ്പോൾ സജീവന് ശരിക്കും സന്തോഷമായി. അങ്ങനെ പിറ്റേ ഞായറാഴ്ച അവര് കുട്ടികൾക്ക് സാധനമൊക്കെ വാങ്ങിയിട്ട് സജീവന്റെ വീട്ടിലേക്ക് പോയി. സജീവൻ വന്നതിൽ അവിടെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരുന്നു. കുട്ടികൾ സജീവന്റെ അടുത്ത് നിന്ന് മാറില്ലായിരുന്നു. സാധനം വാങ്ങിക്കാൻ അളിയൻ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് കുപ്പിയൊന്നും വാങ്ങണ്ട എന്ന് സജീവൻ അളിയനോട് പറയുന്നുണ്ട്. എന്താ നിങ്ങൾ രഹസ്യമായിട്ട് സംസാരിക്കുന്നതെന്ന് ബിജിമോള് സജീവനോട് ചോദിക്കുന്നു. കുപ്പിയൊന്നും വാങ്ങണ്ടെന്ന് താൻ അളിയനോട് പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ ബിജിമോൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അളിയനോട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും വിചാരിക്കില്ലേ ഞാൻ നിങ്ങളെ മനഃപൂർവ്വം കുടിക്കാൻ സമ്മതിക്കാത്തതാണെന്ന്. മാത്രമല്ല അന്ന് വീട്ടിലിരുന്ന് കുടിച്ചതിന് ഞാൻ നിങ്ങളോട് വഴക്കിട്ടു എന്ന് ദാസേട്ടൻ വിചാരിക്കുകയും ചെയ്യും. അങ്ങനെ അവരുടെയൊക്കെ മുന്നിൽ എന്നെ കുറ്റക്കാരിയാക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളിപ്പോ മദ്യം വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞതെന്ന് അവൾ ചോദിക്കുന്നു. വാങ്ങിയാലും കുറ്റം, വാങ്ങിയില്ലേലും കുറ്റം, ഇതെന്താ ഇങ്ങനെയെന്ന് സജീവൻ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ലായിരുന്നു. സജീവൻ കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ബിജുമോളെയും വിളിക്കുന്നുണ്ട്. വേണ്ട, ഞാനിവിടെ നിന്നോളാമെന്ന് ബിജുമോള് പറയുന്നു. സജീവന്റെ പെങ്ങള് അവളെ കൊണ്ട് കിച്ചണിൽ ഒരു ജോലിയും ചെയ്യിക്കില്ലായിരുന്നു. എല്ലാത്തിനും സജീവനാണ് പെങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നത്. അവൾക്കൊരു ബുദ്ധിമുട്ടും തോന്നണ്ടാന്ന് എല്ലാവരും കരുതി. എന്നാൽ സജീവൻ പെങ്ങളോടും പെങ്ങളുടെ മക്കളോടും അളിയനോടും എല്ലാം തന്നെ ഇത്ര സ്നേഹത്തോട് സംസാരിക്കുകയും അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് ബിജുമോൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. സജീവനെ ഒറ്റയ്ക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ സജീവനോട് പരാതി പറയാൻ തുടങ്ങി. തനിക്കിവിടെ ശ്വാസം മുട്ടുന്നുവെന്നും ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകണമെന്നും പറയുന്നു. എന്തായാലും നമ്മൾ നാളെ രാവിലെ പോകില്ലേ, ഇപ്പൊ എന്തിനാ പോകുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് അറിയണ്ട, എനിക്ക് ഇപ്പൊ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. വേറെ ആരും ഇത് കേൾക്കാതിരിക്കാൻ ഒച്ച താഴ്ത്തി സംസാരിക്കാൻ അവളോട് സജീവൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് സജീവൻ അളിയനോട് പോയി കാര്യം പറയുന്നുണ്ട്. രാത്രി തന്നെ അവരെ കൊണ്ടാക്കാൻ രമേശിനോട് ദാസൻ പറയുന്നു. എന്നാൽ സജീവന്റെ പെങ്ങളോട് കാര്യം ഒന്നും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല. ബിജുമോളുടെ അമ്മയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ടാണ് അവർ രാത്രി തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഇവൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് തൽക്കാലം പെങ്ങളോട് പറയേണ്ടെന്ന് സജീവൻ തന്നെയാണ് പറഞ്ഞത്. പതിയെ പതിയെ സജീവനെ മനസ്സിലാകാൻ തുടങ്ങി ബിജുമോൾ തന്റെ അമ്മ കുഞ്ഞുമോളെ പോലെ തന്നെയാണെന്ന്. കുഞ്ഞുമോൾ എങ്ങനെയാണോ അവരുടെ ഭർത്താവിനോട് പെരുമാറുന്നത് അത് കണ്ടു തന്നെയാണ് ബിജുമോളും സജീവനോട് പെരുമാറുന്നത്. അന്ന് രാത്രിയിലും അവർ രണ്ടും ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ നേരത്ത് അയാൾ പറയുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെയാകുമെന്ന് എനിക്ക് നേരത്തെ അറിയാമെന്ന്. എങ്ങനെയെന്ന് സജീവൻ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ഒരു വിലയും ഉണ്ടാകില്ല, എന്നെ പോലെ തന്നെയാവും നീയും. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരു വീടെടുത്ത് മാറി താമസിക്കുന്നതാണ് നല്ലതെന്ന് അയാൾ പറയുന്നു. എന്നാൽ അങ്ങനെ താമസിച്ചാൽ പോലും നിങ്ങളുടെ മകളുടെ സ്വഭാവം ഇത് തന്നെയായിരിക്കില്ലേ എന്നാണ് സജീവൻ ചോദിക്കുന്നത്. അതിന് അയാൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. പിറ്റേന്ന് സജീവൻ ഡ്യൂട്ടിക്ക് പോയി കഴിയുമ്പോൾ ബിജിമോൾ അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇന്ന് ഈ റൂട്ടിലോടുന്ന ബസ്സിൽ കണ്ടക്ടർ നിങ്ങളല്ലായിരുന്നല്ലോ എന്ന്, താൻ വേറെ റൂട്ടായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ എന്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം നിങ്ങൾ റൂട്ട് മാറി ഓടിയതല്ലേ എന്ന് അവൾ ചോദിക്കുന്നു. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ദേഷ്യം വന്നിട്ട് അവൻ പറയുന്നുണ്ട് എനിക്ക് വെറുതെ തർക്കിച്ചു നിൽക്കാൻ സമയമില്ല, ഡ്യൂട്ടിക്ക് കയറണമെന്ന്. അങ്ങനെ പെട്ടെന്ന് അവൻ ഫോൺ വെക്കുന്നു. അങ്ങനെ ഗോപിയാകട്ടെ അയാളുടെ മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് പോകുന്നുണ്ട്. മുത്തശ്ശി അയാളോട് ചോദിക്കുന്നുണ്ട് നിന്റെ ഭാര്യ ഇപ്പോഴും നിന്നോട് ഭയങ്കര ദേഷ്യത്തിലാണോ എന്ന്, നിന്നെ എടുത്തിട്ട് ഇടിക്കാറൊക്കെ ഉണ്ടോന്ന്. ഗോപി ചിരിച്ചുകൊണ്ട് ഒന്നും തന്നെ പറയുന്നില്ല. എന്നാൽ കുറച്ചു കഴിയുമ്പോ അയാൾ അവിടെ പോയെന്ന് അറിഞ്ഞിട്ട് കുഞ്ഞുമോള് അവിടേക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. അയാൾ പേടിച്ചാണ് പോയി ഫോൺ എടുക്കുന്നത്. പക്ഷെ അവര് പറഞ്ഞ വാർത്ത കേട്ട് അയാൾ ഞെട്ടിപ്പോയി. KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ചിട്ട് ബസ്സിലുണ്ടായിരുന്ന ഒരുപാട് പേർക്ക് അപകടം പറ്റിയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ സജീവനും ഒരുപാട് പരിക്കുകൾ പറ്റി. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ സജീവൻ കിടക്കുന്നതാണ്. സജീവന്റെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആയിരുന്നു. അപകടത്തിൽ 2 കിഡ്നിയും ഡാമേജ് ആയി. എത്രയും പെട്ടെന്ന് ഒരു കിഡ്നിയെങ്കിലും മാറ്റിവെച്ചെങ്കിലേ പറ്റുമായിരുന്നുള്ളൂ. ചികിത്സാ ചെലവും മറ്റും
KSRTCയിൽ നിന്ന് കിട്ടും. എന്നാൽ കിഡ്നി ഡോണറെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. സജീവന്റെ സഹോദരിയും കുടുംബവും ബിജിമോളും എല്ലാം തന്നെ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. ഒടുവിൽ സജീവന്റെ സഹോദരി വന്ന് പറയുന്നുണ്ട് തന്റെ കിഡ്നി അവന് കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന്. ദാസനും അതിൽ ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. എന്നാൽ അപ്പോഴേക്കും തന്റെ കിഡ്നി കൊടുക്കാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി തന്നെ ബിജിമോള് ഡോക്ടറെ കണ്ടിരുന്നു. അവളുടെ കിഡ്നി അയാൾക്ക് മാച്ചുമായിരുന്നു. അവളുടെ ആ ഒരു തീരുമാനത്തെ എതിർത്തത് കുഞ്ഞുമോള് മാത്രമാണ്. എന്റെ മകനോ മരിച്ചുപോയി, ഇനി നിന്നെയും കൂടെ കൊലക്ക് കൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്നും അവനൊന്നും വേണ്ടിയിട്ട് നീ നിന്റെ കിഡ്നി കൊടുക്കണ്ടെന്നും പറഞ്ഞിട്ട് കുഞ്ഞുമോള് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. താൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല എന്നും നിങ്ങളെങ്കിലും അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഗോപിയോടും അവർ പറയുന്നു. എന്നാൽ അയാൾ അവളോട് പറയുന്നത് സജീവൻ നിന്റെ ഭർത്താവാണെന്നും അവൻ നിന്റെ പാതിയാണെന്നും അതുകൊണ്ട് അവനെ രക്ഷിക്കേണ്ട ചുമതല നിന്റേതാണെന്ന്. അതും കൂടി കേട്ടതോടെ അവൾക്ക് കുറച്ച് ധൈര്യം വരികയും അവൾ കിഡ്നി കൊടുക്കുമെന്ന് ഉറച്ചു തന്നെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ കുഞ്ഞുമോളുടെ സമ്മതം ഇല്ലാതെ തന്നെ സജീവൻ അവൾ കിഡ്നി കൊടുത്തു. രണ്ടുപേരുടെ സർജറി കഴിഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ബിജിമോള് ഡിസ്ചാർജ് ആയി. അതിനു മുമ്പ് അവള് വന്ന് സജീവനെ കാണുന്നുണ്ട്. അവള് തനിക്ക് കിഡ്നി തന്നതോർത്തിട്ട് അവൻ സന്തോഷിക്കുകയായിരുന്നു. അവൾ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് സജീവന് തോന്നാൻ തുടങ്ങി. എന്നാൽ അവള് അയാളെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. സജീവേട്ടൻ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ സജീവേട്ടനെ ദാസേട്ടൻ കൊണ്ടുപോയിക്കൊള്ളാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും വേണ്ടാന്നും ഞാൻ തന്നെ സജീവേട്ടനെ നോക്കിക്കൊള്ളാമെന്നും. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോയാൽ മതി. എന്നിട്ട് അവൾ ഒരു കാര്യം കൂടി പറയുന്നു. സ്നേഹിച്ചു തുടങ്ങിയ അന്ന് മുതൽ സജീവേട്ടൻ എന്റെ ജീവന്റെ പാതിയാ. ആ പാതിയാണ് ഞാനിപ്പോ സജീവേട്ടന് തന്നിരിക്കുന്നത്. അത് നല്ലപോലെ നോക്കിയേക്കണം. അത് കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമ തന്നെയാണ്. എന്നാൽ ഞാൻ പോട്ടേന്ന് പറഞ്ഞിട്ട് അവള് വല്ലാതൊന്ന് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. അവൾ ഇങ്ങനെയൊക്കെ ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്നത് സജീവനിൽ ശരിക്കും ഞെട്ടലുണ്ടാക്കി. പിന്നീട് ഇവർ രണ്ടുപേരും ഡിസ്ചാർജ് ആയിട്ട് ബിജിയുടെ വീട്ടിലേക്കാണ് വരുന്നത്. ബിജിയുടെ അമ്മയാകട്ടെ ബിജിയെ നോക്കുന്നുണ്ട്. എന്നാൽ സജീവനെ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവൾ ആഹാരമൊക്കെ ആദ്യം സജീവേട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അവന് ഞാൻ പിന്നെ കൊടുത്തോളാമെന്നാണ് കുഞ്ഞുമോള് അവളോട് പറയുന്നത്. സജീവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഗോപിയായിരുന്നു. ബിജിമോൾക്ക് ഭേദമായി കഴിഞ്ഞപ്പോൾ പിന്നീട് അവളായിരുന്നു അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത്. എന്നാൽ അവളുടെ അമ്മയ്ക്ക് ഇതൊന്നും തന്നെ തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനൊരു ആക്സിഡന്റ് പറ്റിയത് കാരണം അവൻ ഉടനെയെങ്കിലും ജോലിക്ക് പോകാൻ പറ്റില്ല. അതിന്റെ പേരിൽ അവരവനെ ഇടയ്ക്കിടയ്ക്ക് കുത്തി പറയാറുമുണ്ട്. അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഇവളോട് പറയുന്നുണ്ട് ഒരു കിഡ്നി കൊടുത്തത് കാരണം നിങ്ങൾക്ക് ഇനി കൊച്ചുണ്ടാകില്ലല്ലോ എന്ന്. മാത്രമല്ല അവന് തിരിച്ച് കണ്ടക്ടർ ജോലിക്ക് കയറാൻ പറ്റില്ലല്ലോ, ഏതെങ്കിലും ചെറിയ ജോലിക്കല്ലേ കയറാൻ പറ്റുമെന്നൊക്കെയാണ് അവര് പറയുന്നത്. ഇതൊക്കെ കേട്ട് ബിജിമോൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അവള് വായിൽ തോന്നിയതൊക്കെ അവരെ വിളിച്ചു പറയുന്നു. എന്നാൽ കുഞ്ഞുമോള് അവര് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ബിജിമോളോട് പറയുന്നത്. അവനിനി നല്ല ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. കണ്ടക്ടറായിട്ട് എന്തായാലും അവര് തിരിച്ചെടുക്കില്ല എന്ന് ഉറപ്പാണ്. വേറെ എന്തെങ്കിലും ചെറിയ ജോലി കിട്ടിയാലായി. അതിന് ഉറപ്പൊന്നുമില്ല എന്നാണ് അവര് പറയുന്നത്. ഇതെല്ലാം സജീവൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ എല്ലാം കുത്തുവാക്കുകൾ അവനെ ഒരുപാട് വേദനിപ്പിച്ചു. എന്നാൽ ബിജിമോൾ ആ സ്ത്രീയോട് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള വിശേഷങ്ങൾ അന്വേഷിക്കാൻ നിങ്ങൾ ഈ പരിസരത്തേക്ക് മേലെ വന്നു പോകരുതെന്ന്. ശരിക്കും ആ സ്ത്രീയുടെ മകളെ തന്നെയായിരുന്നു ആദ്യം നമ്മുടെ സജീവൻ പെണ്ണ് കാണാൻ വന്നത്. അവരുടെ വിചാരം ആ കല്യാണാലോചന ഞാൻ മുടക്കിയിട്ട് നിങ്ങളെ ഞാൻ അടിച്ചെടുത്തു എന്നാണ്. എന്നാൽ അതിൽ തനിക്ക് ഒരു പങ്കുമില്ല എന്ന് ബിജിമോൾ അവനോട് പറയുന്നുണ്ട്. അന്ന് നിങ്ങൾ പെണ്ണ് കാണാൻ വന്ന പെൺകുട്ടിയാകട്ടെ 2 ദിവസത്തിനകം വെച്ചിട്ട് ഓട്ടോറിക്ഷക്കാരന്റെ കൂടെ ഒളിച്ചോടുകയും ചെയ്തു. ആ ആലോചന ഉറപ്പിക്കാത്തത് തന്നെയായിരുന്നു നല്ലതെന്നാണ് അവള് പറയുന്നത്. നിനക്കതിലൊരു പങ്കുമില്ലാന്ന് എനിക്ക് അറിയാമെന്ന് അവൻ അവളോട് പറയുന്നു. മാത്രമല്ല അടുത്ത തവണ ചെക്കപ്പിന് ദാസേട്ടൻ വരുന്ന സമയത്ത് എന്നെ അവരുടെ കൂടെ വിട്ടേക്കാൻ അവൻ പറയുന്നുണ്ട്. എന്നാൽ അവൾ അതിന് സമ്മതിക്കുന്നില്ല. കാരണം നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നാട്ടുകാർ പറയും ഞാൻ നിങ്ങളെ നോക്കാൻ വയ്യാത്ത കാരണം അങ്ങോട്ട് വിട്ടതാണെന്ന്. ഇനി അതും കൂടെ കേൾക്കാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ നിന്നാ മതി എന്ന് അവൾ പറയുന്നു. സജീവൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു അവസ്ഥയിലായിരുന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിരന്തരമായിട്ട് കുഞ്ഞുമോളുടെ കുത്തുവാക്ക് കേൾക്കണം. അങ്ങോട്ടേക്ക് വിളിട്ട് പോകാനും സമ്മതിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് അവസാനം അമ്മ പോലെ എന്റെ ശത്രുവായി എന്നാണ് അവള് പറയുന്നത് തന്നെ. ഞാൻ ഇത്രയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടും അതിന്റെ ഒരു നന്ദി നിങ്ങൾക്ക് ഇല്ലല്ലോ എന്നും അവൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഇങ്ങനെ എല്ലാ സൈഡിൽ നിന്നും സജീവന് ടോർച്ചർ തന്നെയായിരുന്നു. അതിനിടയ്ക്ക് അയാൾക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. ആരാ മെസ്സേജ് അയച്ചെന്ന് അവള് ചോദിക്കുന്നു. തന്റെ കൂടെ പണ്ട് ജോലി ചെയ്തിരുന്ന ചന്ദ്രികയാണെന്നാണ് അയാൾ പറയുന്നത്. ഇവർക്കൊക്കെ മെസ്സേജ് അയപ്പ് മാത്രമേ ഉള്ളൂ, വിളിക്കാറില്ലേ എന്നാണ് അവള് ചോദിക്കുന്നത്. എന്തായാലും വെറുതെ കിടക്കുകയല്ലേ, രണ്ടുപേരും കൂടെ ചാറ്റ് ചെയ്തങ്ങ് സുഖിക്കാൻ അവൾ പറയുന്നു. എപ്പോഴും അവനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് അവൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ സജീവനാകട്ടെ ചന്ദ്രികയോട് അധികം സംസാരിക്കാനൊന്നും നിൽക്കുന്നില്ല. ഈ ചന്ദ്രികയായിരുന്നു തുടക്കത്തിൽ അയാൾ സ്നേഹിച്ചിരുന്നത്. കുറച്ചു ദിവസം കഴിയുമ്പോൾ ബിജുമോളാകട്ടെ ജോലിക്ക് പോയി തുടങ്ങി. ആ സമയത്ത് കുഞ്ഞുമോളാകട്ടെ സജീവനോട് പറയുന്നുണ്ട് നിന്റെ സഹോദരി അളയനും എന്തോ നക്കാപ്പിച്ച് തന്നിട്ട് പോയി, കഷ്ടപ്പെടുന്ന മുഴുവൻ എന്റെ മകളും ഞാനും ആണെന്ന്. 3 നേരം ഇവിടെ ഇരുന്ന് വെട്ടിവിഴുങ്ങുന്നല്ലോ, ആ നേരത്ത് പോയി ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ നിനക്ക് നോക്കിക്കൂടെ എന്ന്. സജീവൻ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ആ സമയത്ത് ഗോപി പറയുന്നുണ്ട് ഇൻഷുറൻസിന്റെ കാര്യമൊക്കെ അവൻ സമയം നോക്കുന്നുണ്ടെന്ന്. നീ ആവശ്യമില്ലാതെ അവനോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ നിൽക്കണ്ടെന്ന്. അയാൾ പറയുന്നത് ഒന്നും തന്നെ കുഞ്ഞുമോള് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ജോലിക്ക് തിരിച്ചു കയറാത്രത്തോളം കാലം അവനെ അവരിങ്ങനെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെയിരിക്കെ സഹോദരിയുടെ മകളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ബിജിമോളും സജീവനും അവരുടെ വീട്ടിലേക്ക് പോയി. കുട്ടികൾ ഡാൻസ് കളിക്കുന്ന എല്ലാം തന്നെ അവൻ വീഡിയോ ആക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് മൊബൈൽ കുട്ടികളുടെ കയ്യിൽ കൊടുത്തിട്ടും പോയി. വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ കുട്ടികളാകട്ടെ മൊബൈൽ കൊണ്ടുവന്ന് ബിജിമോളുടെ കയ്യിൽ കൊടുത്തു. ആ സമയത്ത് രമേശും ദാസനും എല്ലാം മദ്യപിക്കുകയായിരുന്നു. എന്നാൽ സർജറിക്ക് ശേഷം ഇതുവരെയും സജീവൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ കൂടെ വെറുതെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ബിജിമോൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയത്താണ് സജീവന്റെ ഫോണിൽ വന്നൊരു മെസ്സേജ് അവൾ കാണുന്നത്. അത് ചന്ദ്രികയുടേതായിരുന്നു. ആ വോയിസ് ക്ലിപ്പ് കേട്ടതും അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. സജീവന് സുഖമാണോ എന്നും തന്റെ ഹസ്ബൻഡ് ഗൾഫിലാണെന്നും അയാൾക്കിപ്പോൾ സംസാരിക്കാൻ ഒരുപാട് പേരുണ്ടെന്നും എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നും അവരതിൽ പറയുന്നുണ്ട്. മാത്രമല്ല അന്നേ ഞാൻ
നിങ്ങളെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്നും അങ്ങനെയായിരുന്നെങ്കിൽ നമുക്കിപ്പോ സുഖമായിട്ട് ജീവിക്കാമായിരുന്നു എന്നും അവരതിൽ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന ബിജുമോളാകട്ടെ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് അവന്റെ അടുത്തേക്ക് വരികയായിരുന്നു. എന്നാൽ അവള് കാണുന്നത് സജീവന്റെ കയ്യില് മദ്യം നിറച്ച് ഗ്ലാസ് ഇരിക്കുന്നതാണ്. അയാൾ കുടിക്കുന്നുണ്ടായിരുന്നില്ല. മറ്റുള്ളവരുടെ കയ്യിലിരുന്ന ഗ്ലാസ് അയാളുടെ കയ്യിലോട്ട് കൊടുത്തതായിരുന്നു. എന്നാൽ അയാൾ മദ്യപിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവൾ അവിടെ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ആരാ അയാളുടെ കയ്യിൽ ഗ്ലാസ് കൊടുത്തെന്ന് ചോദിച്ചപ്പോൾ രമേശൻ പറയുന്നുണ്ട് താനാണെന്ന്. ദേഷ്യം വന്ന ബിജുമോളാകട്ടെ അയാളുടെ മുഖത്തടിക്കുന്നു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ചു. അയാളെ അടിക്കുന്നത് കണ്ടുകൊണ്ട് അയാളുടെ ഭാര്യ വന്നിട്ട് ബിജിമോളുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. ബിജിമോളാകട്ടെ സജീവന്റെ അളിയനോട് പോലും മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. ദേഷ്യം വന്ന സജീവനാകട്ടെ അവളുടെ മുഖത്തടിക്കുന്നു. അതോടുകൂടി അവള് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് സാധനങ്ങളും എടുത്ത് വീട്ടിലേക്ക് പോയി എല്ലാ കാര്യങ്ങളും കുഞ്ഞുമോളോട് പറയുന്നു. കുറെ കാലമായിട്ട് താൻ സഹിക്കുന്നത് എന്താണെന്ന് തന്റെ വീട്ടുകാരോട് സജീവനും പറയും. എല്ലാ കാര്യങ്ങളും പറഞ്ഞ കുഞ്ഞുമോളാകട്ടെ ബിജിമോളെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ബിജിമോളെ അടിച്ചത് മുതൽ അവൾക്കിനി അവന്റെ കൂടെ താമസിക്കാൻ താല്പര്യമില്ല എന്നും അവള് കൊടുത്ത വൃക്ക അവനിൽ നിന്നും തിരിച്ചു വേണമെന്നും ഒക്കെയായിരുന്നു ആ ഒരു പരാതിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പോലീസുകാരൻ പറയുന്നുണ്ട്. ഈ ഒരു കേസിന് ഒരു പ്രസക്തിയും കോടതിയിൽ ഉണ്ടാകില്ല. അങ്ങനെ കൊടുത്ത കിഡ്നിയൊന്നും തിരിച്ചു വാങ്ങാൻ പറ്റത്തുമില്ല. എന്നാൽ എന്തൊക്കെ വന്നാലും തങ്ങൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു തന്നെയാണ് കുഞ്ഞുമോള് പറയുന്നത്. സജീവനെ വിളിച്ച് സംസാരിക്കുമ്പോൾ സജീവൻ അവരോട് പറയുന്നുണ്ട് അപ്പോഴുള്ള സ്നേഹത്തിന്റെ പേരിലാണ് ഇവരെനിക്ക് കിഡ്നി തന്നതെന്നല്ലേ പറയുന്നത്. ഇപ്പോൾ ആ സ്നേഹം എവിടെയെന്ന് അവൻ ചോദിക്കുന്നു. ഒരു ചെറിയ കുടുംബ പ്രശ്നത്തിനെയാണ് ഇവരിപ്പോൾ ഇത്രയും വലിയ പ്രശ്നമാക്കി ഇവിടെ വരെ കൊണ്ടെത്തിച്ചതെന്നും അയാൾ പറയുന്നുണ്ട്. ഇവര് പറയുന്ന പോലെ നിനക്ക് വൃക്ക തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് അവൻ ചോദിക്കുന്നു. അതെങ്ങനെ പറ്റുമെന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. മദ്യപിച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എന്റെ മകള് കിഡ്നി കൊടുത്തതെന്ന് കുഞ്ഞുമോൾ പറയുന്നു. എന്നാൽ താൻ തലേന്ന് ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അതൊന്നും തന്നെ ആരും വിശ്വസിക്കുന്നില്ല. കോടതിയിൽ കാണാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ആ സമയത്താണ് രമേശിന്റെ വൈഫ് രമേശിനെയും കൊണ്ട് അവിടെ അടുത്ത കേസ് കൊടുക്കാൻ വരുന്നത്. ബിജിമോള് അയാളെ തല്ലിയെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ SI അവരവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് തന്നെ കുഞ്ഞുമോളെയും ബിജിമോളെയും തിരിച്ചു വിളിക്കുന്നു. തന്റെ ഹസ്ബൻഡ് ആർക്കും മദ്യം ഒഴിച്ചു കൊടുത്തിട്ടില്ല എന്നും തന്റെ ഹസ്ബൻഡ് ആരെയും കുടിക്കാൻ നിർബന്ധിക്കാറില്ല എന്നും രമേശിന്റെ വൈഫ് പറയുന്നുണ്ട്. മാത്രമല്ല ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. സജീവൻ മദ്യം കഴിച്ചിട്ടില്ല. ഇവൾ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ബിജിമോൾക്കെതിരെയുള്ള കേസ് തങ്ങളും കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് രമേശിന്റെ വൈഫ് പറയുന്നു. എന്നാ പിന്നെ നിങ്ങൾ രണ്ടുപേരും കോടതിയിൽ വെച്ച് കണ്ടുകൊള്ളാൻ പറഞ്ഞിട്ട് SI അതിൽ നിന്ന് ഒഴിവായി. കുഞ്ഞുമോള് ബിജിമോളെയും കൊണ്ട് നേരെ പോകുന്ന ഒരു വക്കീലിന്റെ അടുത്താണ്. എന്നാൽ ആ വക്കീല് പറയുന്നുണ്ട് ഈ കേസൊന്നും കോടതിയിൽ നിലനിൽക്കില്ല എന്ന്. അങ്ങനെ കൊടുത്ത കിഡ്നി ഒന്നും തിരിച്ചു വാങ്ങിക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് എനിക്ക് ഈ കേസ് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. എന്നാൽ അയാളുടെ ജൂനിയർ ആയിട്ട് നിന്നിരുന്ന റെജി എന്ന വക്കീലാകട്ടെ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ കേസ് ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് റെജി വന്ന് കുഞ്ഞുമോളെയും ബിജിമോളെയും കാണുന്നു. അമേരിക്കയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ വൃക്ക മാറ്റിവെച്ചത് തിരിച്ചു കൊടുക്കുന്നതിന് പകരം അതിനൊരു വില ഈടാക്കി അത്രയും രൂപ കോമ്പൻസേഷൻ ആയിട്ടാണ് തിരിച്ചു വാങ്ങിയത്. അതുപോലെ നിങ്ങളുടെ കേസിലും നമുക്ക് അയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാമെന്ന് വക്കീല് പറയുന്നുണ്ട്. അത് കുഞ്ഞുമോൾക്കും സമ്മതമായിരുന്നു. തന്റെ മകളിനെ അവന്റെ കൂടെ ജീവിക്കണ്ട, ഡിവോഴ്സും വാങ്ങണം, കിഡ്നി പോയതിന് കോമ്പൻസേഷനും വാങ്ങണം. ബിജിമോൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. ഈ വക്കീലും എടുക്കാനാണെന്ന് നമുക്ക് ഈ കേസ് അവന് തന്നെ കൊടുക്കാമെന്ന് കുഞ്ഞുമോൾ പറയുന്നു. ബിജിമോൾ ഒന്നും തന്നെ പറയുന്നില്ല. എല്ലാ കാര്യങ്ങളും കുഞ്ഞുമോളായിരുന്നു തീരുമാനിക്കുന്നത്. ഇവിടെ ബിജിമോളെ നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള ദുഃഖത്തില് സജീവൻ ആകെ തകർന്നിട്ട് മദ്യപിക്കാൻ തുടങ്ങി. അവന്റെ അളിയനും സഹോദരിയും അവനെ തടുക്കുന്നുണ്ട്. നീ ഇങ്ങനെ സ്വയം നശിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ ഡിവോഴ്സ് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. വക്കീലും വന്ന് കുഞ്ഞുമോളോട് പറയുന്നുണ്ട് ഡിവോഴ്സ് നിങ്ങൾക്ക് ശരിക്കും കിട്ടണമെങ്കിൽ അവനെതിരെ എന്തെങ്കിലുമൊക്കെ കള്ളക്കഥകൾ പറയണം. അവന് പരസ്ത്രീ ബന്ധമുണ്ടെന്നും ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചുവെന്നോ ഷണ്ടനാണെന്നോ ഒക്കെ പറയണം. ബിജിമോൾക്ക് അതിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനെല്ലാം കുഞ്ഞുമോൾ തയ്യാറായിരുന്നു. എന്തൊക്കെ വന്നാലും ഡിവോഴ്സ് വാങ്ങിയെടുക്കണം എന്നൊരു ലക്ഷ്യം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ബിജിമോളെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ദാസനും രമേശനും അവിടേക്ക് വരുന്നു. എന്നാൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് കുഞ്ഞുമോൾ അവരോട് പറയുന്നുണ്ട് ഞങ്ങൾ ബിജിമോളോട് സംസാരിച്ചിട്ടേ പോകുമെന്നാണ് അവർ പറയുന്നത്. ഭാര്യയും ഭർത്താവും ആവുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. മറ്റുള്ളവരുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കാതെ നീ സ്വയം ആലോചിച്ച് തീരുമാനിക്കാനാണ് ദാസൻ ബിജിമോളോട് പറയുന്നത്. മറ്റുള്ളവർ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നിന്റെ സജീവന്റെ ജീവിതമാണ് നശിക്കാൻ പോകുന്നതെന്ന് പറയുന്നു. എന്നാൽ ഇത് കേട്ട് വക്കീല് പറയുന്നുണ്ട് ഇനിയൊന്നും ആലോചിക്കാനില്ല എന്നും ബിജിമോൾക്ക് സജീവന്റെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങിയിട്ടേ ഞങ്ങൾ അടങ്ങുമെന്നും. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് മനസ്സിലാക്കി രമേശൻ ദാസനും അവിടെ നിന്നും പോയി. ഇതെല്ലാം കണ്ട് നിസ്സഹായനായി നിൽക്കുകയായിരുന്നു ഗോപിയും. അയാൾക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കേസ് കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ ജഡ്ജിയും പറയുന്നുണ്ട് കിഡ്നി ഒന്നും തിരിച്ചു കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഈ കേസിന് ഇവിടെ ഒരു വിലയുമില്ല എന്ന്. എന്നാൽ തന്റെ കക്ഷിക്ക് ഡിവോഴ്സ് വേണമെന്നും കിഡ്നിക്ക് പകരമായിട്ട് ഒരു കോമ്പൻസേഷൻ കൊടുക്കണമെന്നും ബിജിമോളുടെ വക്കീല് വാദിക്കുന്നു. അമേരിക്കയിൽ ഇങ്ങനൊരു കേസ് നടന്നപ്പോൾ അവർ കോമ്പൻസേഷൻ ആണ് കൊടുത്തത്. എന്നാൽ സജീവന്റെ വക്കീല് പറയുന്നുണ്ട് ഇവിടെ നിരപരാധി തന്റെ കക്ഷിയാണെന്ന്. നിയമം പലപ്പോഴും സ്ത്രീക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ടെന്നും ഇവിടെ സജീവൻ അവരുടെ വീട്ടില് മാനസികമായിട്ട് ഒരുപാട് പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും സജീവന്റെ വക്കീല് പറയുന്നു. സർജറിക്ക് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് മെഡിക്കേഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സജീവനെ കോടതിയിൽ കയറ്റിയിറക്കുന്നത് പോലും ദുഃഖകരമാണെന്നും ആ വക്കീല് പറയുന്നു. എന്നാൽ തന്റെ കക്ഷി കൊടുത്ത വൃക്കയാകട്ടെ അയാളെ മദ്യപിച്ച് തകരാറിലാക്കുകയാണെന്നാണ് ബിജിമോളുടെ വക്കീല് വാദിക്കുന്നത്. തന്റെ കക്ഷി ഒരു പൂർണ്ണ മദ്യപാനിയല്ല എന്ന് സജീവന്റെ വക്കീലും വാദിക്കുന്നു. അയാൾ ഓപ്പറേഷന് ശേഷം മദ്യപിച്ചിട്ടേയില്ല. മാത്രമല്ല താൻ സ്നേഹിക്കുന്ന ഭാര്യയെ നഷ്ടപ്പെടുത്താൻ അയാൾക്ക് ഒരു ആഗ്രഹവുമില്ല. ഈ ഡിവോഴ്സിന് അയാൾ ഇതുവരെയും സമ്മതിച്ചിട്ടില്ല. വാദങ്ങളെല്ലാം കേട്ടിട്ട് ജഡ്ജി മറ്റൊരു ദിവസത്തേക്ക് കേസ് മാറ്റിവെക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഗോപിയെ
കാണാൻ വേണ്ടിയിട്ട് അയാളുടെ അനിയൻ വരുന്നുണ്ട്. തലേന്ന് അമ്മൂമ്മ മരിച്ചുപോയി എന്നും അത് താൻ പറയാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ കുഞ്ഞുമോളാണ് ഫോൺ എടുത്തതെന്നും ചേട്ടനോട് പറയാമെന്നും പറഞ്ഞിട്ടാണ് പെട്ടെന്ന് ഫോൺ വെച്ചത്. എന്തോ തിരക്കിലാണെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ചേട്ടനെ പ്രതീക്ഷിച്ച് ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്ത് നിന്നു. ഒടുവിൽ വന്നില്ലാന്ന് കണ്ടപ്പോഴാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. കുറച്ചു ദിവസം കഴിഞ്ഞാൽ സഞ്ജയനാണെന്നും അതിനെങ്കിലും വരണമെന്നും പറയുന്നു. ഇതെല്ലാം കേട്ട് ഗോപി ആകെ തകർന്നുപോയി. സ്വന്തം അമ്മൂമ്മ മരിച്ചതുപോലും കുഞ്ഞുമോള് തന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു. അയാൾ ആകെ ദേഷ്യത്തില് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോ അവര് പറയുന്നുണ്ട് ഞാനത് വിട്ടുപോയിന്ന്. അല്ലേലും അത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ എന്നാണ് അവർ ചോദിക്കുന്നത്. നിങ്ങളിപ്പോ ഓടി ചെന്നിട്ട് എന്ത് സാധിക്കാനാണെന്നും ചോദിക്കുന്നു. ബന്ധങ്ങളുടെ വില നിനക്ക് അറിയില്ലാന്നും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്നും പറഞ്ഞിട്ട് അയാളെ ദേഷ്യത്തിൽ അകത്തേക്ക് കയറിപ്പോയി. കേസ് വീണ്ടും കോടതിയിൽ വിളിച്ചു. ബിജിമോളുടെ വക്കീല് പറയുന്നത് കിഡ്നിക്ക് പകരമായിട്ട് സജീവൻ അവന്റെ പേരിലുള്ള 5 സെന്റ് സ്ഥലവും ഇൻഷുറൻസ് തുകയിലൂടെ കിട്ടുന്ന കുറച്ച് തുകയും ഇവർക്ക് കൊടുക്കണമെന്നാണ്. എന്നാൽ അതൊന്നും നടക്കില്ല എന്ന് സജീവന്റെ വക്കീല് വാദിക്കുന്നു. എങ്ങനെയും കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് ബിജിമോളുടെ വക്കീല് പറയുന്നുണ്ട് സജീവൻ ഒരു ഷണ്ടനാണെന്നും അയാൾക്കൊരിക്കലും തന്റെ കക്ഷിയുടെ ശാരീരിക ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നും. എന്നാൽ ഇതിനെല്ലാം എതിർത്തുകൊണ്ട് സജീവന്റെ വക്കീല് വാദിക്കുന്നു. ജഡ്ജി സജീവനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ സജീവൻ പറയുന്നുണ്ട് എനിക്കൊരിക്കലും ഡിവോഴ്സിന് താല്പര്യമില്ലാന്നും ബിജിമോളുടെ കൂടെ തന്നെയാണ് ജീവിക്കാൻ ആഗ്രഹമെന്നും. ബിജിമോൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അവൾ എഴുന്നേറ്റ് നിന്ന് എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും തല കറങ്ങി വീഴുന്നു. അങ്ങനെ എല്ലാവരും കൂടി അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴാണ് അറിയുന്നത് അവൾ പ്രഗ്നന്റ് ആണെന്ന്. അതോടുകൂടി ബിജിമോളുടെ വക്കീല് വാദിച്ച കാര്യങ്ങളെല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞു. എന്നാൽ അവളുടെ പ്രഗ്നൻസി ന്യൂസ് അറിഞ്ഞതോടുകൂടി കുഞ്ഞുമോൾ ആകെ ദേഷ്യത്തിലായിരുന്നു. അവളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയ ശേഷം ഒരു തവണ പോലും സജീവൻ വന്ന് അവളെ കാണാൻ അനുവദിക്കുന്നില്ല. അതിനോടകം തന്നെ സജീവന് തിരിച്ചു ജോലിയിൽ കയറാനുള്ള പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റേഷനിൽ തന്നെയായിരുന്നു ഇനി മുതൽ സജീവന് ജോലി. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. ബിജിമോളെയും കുഞ്ഞുമോളെയും കാണാൻ ഇടയ്ക്കിടയ്ക്ക് ആ വക്കീല് വരാൻ തുടങ്ങി. കേസ് അങ്ങനെ നീണ്ടു പോവുകയാണ്. ബിജിമോളുടെ ഡെലിവറി ഡേറ്റ് അടുത്തടുത്ത് വന്നു. ബിജിമോളുടെ ഓർമ്മകളിലായിരുന്നു സജീവൻ അപ്പോഴും. ഒരു ദിവസം ജോലിക്കിടെ സജീവന് ദാസന്റെ ഫോൺ വരുന്നു. അവനൊരു പെൺകുഞ്ഞ് ജനിച്ചു എന്ന് പറഞ്ഞിട്ട്. അവൻ കുറച്ച് സാധനങ്ങളുമായിട്ട് ഓടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ കുഞ്ഞുമോളാകട്ടെ അവനെ അകത്തേക്ക് കയറ്റിവിടുന്നില്ല. ഇവിടെ നിന്റെ കൊച്ചൊന്നും ഇല്ലെന്നും അവകാശവും പറഞ്ഞിട്ട് അവളെ കാണാൻ വരണ്ടെന്നും പറയുന്നുണ്ട്. പലതവണ അവൻ ബിജിമോളെയും കുഞ്ഞിനെയും കാണാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴെല്ലാം തന്നെ കുഞ്ഞുമോള് അവരെ എതിർത്തു. വീട്ടിൽ വന്നപ്പോഴെല്ലാം തന്നെ അവനെ ഇറക്കി വിടുകയും ചെയ്തു. ബിജിമോളും ഒന്നും തന്നെ പറഞ്ഞില്ല. ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സ്വന്തം കുഞ്ഞിന്റെ മുഖം പോലും സജീവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം കുഞ്ഞുമോളുടെ പോത്തിനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 2 പേര് വരുന്നുണ്ട്. 1 ലക്ഷം രൂപ പറയുമ്പോൾ കുഞ്ഞുമോള് നിർബന്ധം പിടിച്ചിട്ട് 1.25 ഉറപ്പിക്കുന്നു. 25,000 രൂപ അവർ അഡ്വാൻസും കൊടുത്തിട്ടാണ് പോകുന്നത്. എന്നാൽ ആ പോത്തിനെ കൊടുക്കാൻ ഗോപിക്ക് ഒട്ടും തന്നെ മനസ്സുണ്ടായിരുന്നില്ല. ആ കിട്ടിയ കാശ് കൊണ്ടുപോയി വക്കീലിന് കൊടുക്കുകയാണ് കുഞ്ഞുമോള് ചെയ്യുന്നത്. കേസ് ജയിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് വക്കീല് പറയുന്നു. അതിനിടെ കുഞ്ഞുമോള് ആരും കേൾക്കാതെ വക്കീലിന്റെ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അത് നമ്മളെ കേൾപ്പിക്കുന്നില്ല. എന്നാൽ ഇതെല്ലാം തന്നെ ഗോപി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞുമോള് പറഞ്ഞ ഐഡിയ കേട്ടിട്ട് വക്കീല് പോലും ഞെട്ടിപ്പോയി. കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് അയാളും അവർക്ക് കൂട്ടു നിൽക്കുകയാണ്. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ഈ വക്കീലിനെ തേടി സജീവൻ വരുന്നുണ്ട്. വക്കീലും കുഞ്ഞുമോളും പ്ലാൻ ഇതെല്ലാം തന്നെ ഗോപി വിളിച്ച് സജീവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്ലാൻ മറ്റൊന്നും ആയിരുന്നില്ല. കുഞ്ഞിനെ ഇവർക്ക് മാത്രമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിന്റെ അച്ഛൻ സജീവനല്ല എന്നും അത് ആ വക്കീലാണെന്നും കോടതിയിൽ വാദിക്കാനായിരുന്നു ഇവരുടെ തീരുമാനം. അതിന്റെ പേരിൽ സജീവനാകിട്ട് ആ വക്കീലിനെ അടിക്കുന്നു. എന്നാൽ കേസിന് വേണ്ടിയിട്ട് അവർ നിർബന്ധിച്ചപ്പോൾ ഞാനങ്ങനെ കൂട്ടുനിന്നത് പോയതാണെന്നും എനിക്കിതിലൊരു താല്പര്യം ഉണ്ടായിട്ടല്ല എന്നും വക്കീല് പറയുന്നുണ്ട്. സജീവൻ തന്റെ അവസ്ഥകളെല്ലാം വക്കീലിനോട് പറയുമ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റെന്നും ആരുടെ ഭാഗത്താണ് ന്യായമെന്നും ഈ വക്കീലിന് മനസ്സിലായി. അതേസമയം കോടതിയിലേക്ക് ഇറങ്ങാൻ നിന്ന ബിജിമോളാകട്ടെ നെറ്റിയിൽ സിന്ദൂരം ഇടണോ വേണ്ടോ എന്ന് ആലോചിച്ചിട്ട് ഇടാതെ ആ ചെപ്പ് അടച്ചു വെക്കുന്നു. അപ്പോഴേക്കും സജീവനാകട്ടെ ആ വക്കീലിനും കൂട്ടി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നടന്ന കാര്യങ്ങളെല്ലാം വക്കീല് പറഞ്ഞു എന്നും തന്റെ കുഞ്ഞിനെ കാണാതെ താൻ ഇന്ന് ഇവിടെ നിന്ന് പോകില്ല എന്നും സജീവൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്റെ സ്വത്താണ് വേണ്ടതെങ്കിൽ അതിന്റെ ആധാരമെല്ലാം താൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതെല്ലാം നിങ്ങളെടുത്തോ, എനിക്കിന്ന് കുഞ്ഞിന്റെ മുഖം മാത്രം കണ്ടാൽ മതി എന്നും പറയുന്നു. എന്നാൽ പോലും കുഞ്ഞുമോൾ അതിന് സമ്മതിക്കുന്നില്ല. ബിജിമോൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. ഇനി ഈ കേസൊന്നും തന്നെ നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് ആ വക്കീലും പറയുന്നു. കുഞ്ഞുമോള് പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ കൂറുമാറിയോന്ന്, തനിക്ക് കാശ് തന്ന് തന്നെ ഞാൻ എന്റെ വക്കീലായിട്ട് നിർത്തിയിരിക്കുന്നത്, താൻ അവന് വേണ്ടി വാദിക്കണ്ടെന്നും പറയുന്നു. ഇവരിങ്ങനെ വഴക്കുണ്ടായിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പോത്തിനെ വാങ്ങാൻ വന്ന ആൾക്കാർ അവിടേക്ക് വരുന്നത്. കുഞ്ഞുമോള് വന്ന് അവരോട് പറയുന്നുണ്ട് 1 ലക്ഷം തന്നാ പോരാ, എനിക്ക് 1.5 ലക്ഷം തരണമെന്ന്. അതിന്റെ പേരിൽ അവരുമായിട്ടും കുഞ്ഞുമോള് വഴക്കുണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ്. വേറെ വഴിയില്ലാതെ കച്ചവടം നടക്കാൻ വേണ്ടിയിട്ട് അവരാകട്ടെ ആ പറഞ്ഞ തുക മുഴുവൻ കൊടുക്കുന്നു. കുഞ്ഞുമോള് ഗോപിയോട് പറയുന്നുണ്ട് പോയി പോത്തിനെ അഴിച്ചുകൊണ്ട് വരാൻ. അയാൾക്കാകട്ടെ അതിന്റെ മുഖം കാണുമ്പോൾ കൊടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. കഷ്ടപ്പെട്ട് അതിനെ ഇത്രയും വളർത്തി വലുതാക്കിയത് അയാളായിരുന്നു. അതേസമയം അവിടേക്ക് വന്ന രമേശനും ദാസനും പറയുന്നുണ്ട് സജീവൻ എന്ന കൊച്ചിനെ കണ്ടിട്ടേ പോകൂന്ന്. നിങ്ങൾ ഇനി എന്തൊക്കെ എതിർത്താലും ശരി അത് അവന്റെ അവകാശം തന്നെയാണെന്ന്. സ്വന്തം ഭർത്താവിനെ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത നിങ്ങളെപ്പോലുള്ളവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നും ദാസൻ അവരോട് പറയുന്നുണ്ട്. ബിജിമോളോട് പറയുന്നുണ്ട് ആ കുഞ്ഞിന്റെ മുഖം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ അവൻ തയ്യാറാ, ഇനിയെങ്കിലും നീ അവനെ ഒന്ന് മനസ്സിലാക്കാൻ. തന്റെ അമ്മ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് ബിജിമോൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. അതേസമയം ഗോപി വന്നിട്ട് അവരോട് പറയുന്നുണ്ട് ആ പോത്തിനെ താൻ വിൽക്കുന്നില്ല എന്ന്, എന്തൊക്കെ വന്നാലും അതിനെ കൊണ്ടുപോകാൻ താൻ സമ്മതിക്കില്ല എന്ന്. പിന്നെ എന്ത് കണ്ടോണ്ടാ ഇത്രയും കാലം അതിനെ വളർത്തിയെന്ന് ചോദിച്ചിട്ട് കുഞ്ഞുമോള് അയാളോട് ചൂടാക്കാൻ തുടങ്ങി. ആ സമയത്ത് ബിജിമോള് അകത്ത് പോയിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് സജീവനെ കാണിക്കുന്നു. ഇത് കണ്ടിട്ട് കുഞ്ഞുമോളിന് ദേഷ്യം വരുന്നുണ്ട്. ഒരു സൈഡില് പോത്തിനെ വാങ്ങാൻ വന്നവര് പോത്തിനെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ കുഞ്ഞുമോളാകട്ടെ ബിജിമോളുമായിട്ട് വഴക്കിടുന്നു. ബിജിമോള് കുഞ്ഞുമോളോട് പറയുന്നുണ്ട് ഇതെന്റെ ഭർത്താവാണെന്നും ഞാനും കുഞ്ഞും സജീവേട്ടന്റെ കൂടെ പോവുകയാണെന്നും. എന്നാൽ അവളോട് ചൂടായി
ചൂടായിക്കൊണ്ട് അകത്ത് കയറി പൊടി എന്ന് പറയുകയായിരുന്നു കുഞ്ഞുമോള്. ആ ബഹളത്തിന്റെ ഇടയ്ക്ക് കയറിവിട്ടുപോയ പോത്താകട്ടെ എല്ലാവരുടെയും നേരെ ചാടിയെടുത്തു. അവസാനം അത് നേരെ പോകുന്നത് കുഞ്ഞുമോളുടെ നേരെയായിരുന്നു. കുഞ്ഞുമോളെ ഇടിച്ച് നേരെ കിണറ്റിലേക്ക് ഇടുന്നു. അതുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഓടിച്ചെല്ലുകയാണ് ഗോപി. കൂടെ ചാടാൻ ഗോപിയും ശ്രമിച്ചെങ്കിലും എല്ലാവരും തടഞ്ഞു. പിന്നീട് കാണിക്കുന്നത് മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഒരു സീനാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കുഞ്ഞുമോളെ രക്ഷിക്കാനായിരുന്നു ഇവിടേക്ക് വന്നുകൊണ്ടിരുന്നത്. കഥ അവിടെ നിന്നും പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ബിജിമോളും സജീവനും രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയായിരുന്നു. ആ സമയത്ത് മകൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അവളെ അവിടെ എങ്ങും നോക്കിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. ഗോപിയും കൊച്ചുമകളെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് പറമ്പില് അയാളുടെ കൊച്ചുമകളാകട്ടെ ഒരു പയ്യനെ എടുത്തിട്ട് ഇടിക്കുന്നത് കാണുന്നത്. ഒരു വിധത്തിൽ ആ വഴക്കിൽ നിന്നും അവളെ പിടിച്ചുകൊണ്ട് വരുന്നു. രണ്ടുപേരുടെ ദേഹത്തും ചേറായിരുന്നു. അവൾ ഈ ചെറുപ്പത്തിലെ ആമ്പിളാരെ എടുത്തിട്ട് ഇടിക്കുകയും അവരുമായിട്ട് വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇവൾക്ക് ഇത് ആരുടെ സ്വഭാവമാണ് കിട്ടിയതെന്ന് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ വീടിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മളെ കുഞ്ഞുമോളുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അന്ന് ആ വീഴ്ചയിൽ കുഞ്ഞുമോള് മരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആ വക്കീലാകട്ടെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള അസോസിയേഷന് വേണ്ടിയിട്ട് ഒരിടത്ത് നിന്ന് പ്രസംഗിക്കുന്നതാണ്. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഒരുപാട് പീഡനം പലയിടങ്ങളിൽ നിന്നും അനുഭവിക്കുന്നുണ്ടെന്ന് അയാൾ പറയുന്നു. ആ പ്രസംഗം കേട്ടുകൊണ്ടാണ് സജീവനും ബിജിമോളും അതുവഴി പോകുന്നത്. അതേസമയം ആ പ്രസംഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന മറ്റൊരാളെ അയാളുടെ വൈഫ് വന്ന് വഴക്കുണ്ടാക്കി പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.